സ്മൈൽ പ്ലീസ്. അപ്പോൾ ഇതാണ് നമുക്ക് ഡൗട്ട് വേണ്ട, ഇതാണ് നമ്മുടെ ബോസ്. മൂപ്പരാണ് നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ YM. അപ്പോൾ പതിവ് പോലെ നമ്മുടെ സിപ്പപ്പിന്റെ ബ്രാൻഡ് ആക്കിയിട്ടുണ്ട്. ഇന്ന് മുന്തിരി ജ്യൂസിന്റെ സിപ്പപ്പാണുള്ളത്. ഏകദേശം നല്ല ഫീഡ്ബാക്ക് ലഭിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ കൂടുതൽ സ്റ്റോക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സുഹൃത്തിന്റെ കടയുടെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നില്ലായിരുന്നു, അവിടെ ഒന്ന് പോയി നോക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ബോസ് ആയിട്ട് വരുന്നത്, ഇവന്റെ കടയുടെ വർക്ക് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രാൻഡിന്റെ ഫ്ലേവേഴ്സിന്റെ ലിസ്റ്റിലേക്ക് പുതിയൊരു ഐറ്റം കൂടി വന്നിട്ടുണ്ട്. തണ്ണിമത്തൻ ജ്യൂസ്. നല്ല പ്രിസർവേറ്റീവ് ചേർക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അതിനിടയിൽ ഇന്നലെ കാണിച്ച എക്സ്റേയുടെ ബാക്കി കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കിയിരുന്നു, ഡോക്ടർ ചെക്കപ്പിന് വേണ്ടിയിട്ട്. ഡോക്ടറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആശ്വാസമായത്. നമ്മുടെ സ്റ്റാൾ ക്ലോസ് ചെയ്ത ശേഷം നേരെ പോയത് അഖിലേന്ത്യയുടെ സയൻസ് ഫുട്ബോൾ കാണാനായിട്ടാണ്. ഈ കാണുന്ന ഐറ്റത്തെ കൊണ്ടാണ് ഇന്ന് കളി കാണാൻ പോയത്. അവൾ റോയൽ ട്രാവൽസിലേക്ക് നിന്നപ്പോൾ ഞാൻ KDSലേക്ക് നിന്നു. ഇന്ന് നമ്മോടൊപ്പം കളി കാണാൻ ആശാൻ എന്ന മൂവിയിലെ ആക്ടേഴ്സും കാര്യങ്ങളും എന്ന് വന്നിരുന്നു. അവർ കളിക്കാരുമായി പരിചയപ്പെടുന്ന ഒരു പോക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളി നടക്കുമ്പോൾ കളിക്കാരല്ലാതെ വേറെ ആരെയും നമ്മൾ മലപ്പുറത്തുകാരെ ശ്രദ്ധയില്ല. ഇപ്പൊ ഈ നടന്മാരായിട്ടും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ അവരുടെ വലവെപ്പിന് ശേഷം നമ്മുടെ മത്സരം സ്റ്റാർട്ട് ചെയ്ത് നല്ല വാശിയുടെ മത്സരമാണ്. KDS ഈശ്വരിയാണ് ആദ്യ ടച്ച് തന്നെ എടുത്തത്. തുടരെയുള്ള മുന്നേറ്റങ്ങൾക്കിടയിൽ റോയൽ ട്രാവൽസിന്റെ ആദ്യത്തെ ഗോൾ വന്നു. പിന്നങ്ങട്ട് KDS ഈശ്വരി വല്ലാത്ത ജാതി കളി. അതിൻ്റെ ഇടയിൽ പ്ലേയേഴ്സിനൊക്കെ 2-3 പൊടിക്കൈകൾ. അതിനിടെ കറക്റ്റ് ടൈമിൽ ബോസും വന്നു. ചോളാപ്പൊരി പാനിപ്പൊരി ചോളാപ്പൊരി. ആരായിപ്പോ പോണേ? കണ്ടില്ല നിങ്ങള്? ഒരു സയൻസ് ഫുട്ബോളിന്റെ ഇടയിൽപ്പെട്ട പൂച്ചന്റെ അവസ്ഥയെ പോയി. പൂച്ച വന്ന് പോയില്ല, അതിൻ്റെ ഇടയിൽ ഗോളും വന്നു. അങ്ങനെ അവസാനം 2 പേർക്കും പരിക്കില്ലാതെ പരിപാടി കഴിഞ്ഞ് കളി സമനില. അപ്പൊ ഇനി കൂടുതലൊന്നും പറയില്ല. ഇന്ന് നിന്ന പേരേക്കുള്ള വണ്ടി അങ്ങോട്ട് പോകും. അപ്പൊ നമ്മൾ ജ്യൂസുകൾ ടേസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. നാളെ കാണാം.